ആറ്റുകാലമ്മയ്ക്ക് പ്രണാമം. കുത്തിയോട്ട വ്രതത്തിന് ഇന്ന് തുടക്കമായി. ഇത്തവണ 581 ബാലന്മാരാണ് കുത്തിയോട്ട വ്രതം അനുഷ്ഠിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഉത്സവത്തിന്റെ 3-ാം ദിവസമാണ് കുത്തിയോട്ട വ്രതം ആരംഭിക്കുന്നത്. 10-നും 12-നും ഇടയ്ക്ക് പ്രായമുള്ള ബാലന്മാരാണ് കുത്തിയോട്ട വ്രതം അനുഷ്ഠിക്കുന്നത്. 7 ദിവസങ്ങൾ ക്ഷേത്രത്തിൽ താമസിച്ച് 1001 നമസ്കാരം ദേവിക്ക് മുന്നിൽ പൂർത്തിയാക്കണം എന്നതാണ് ആചാരം. രാവിലെ 8-ന് പന്തീരടി പൂജകൾക്ക് ശേഷം കുത്തിയോട്ട വ്രതത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും. ഇന്ന് 9:15-ന് കുത്തിയോട്ട വ്രതം ആരംഭിച്ചു. മഹിഷാസുര മർദിനിയുടെ മുറിവേറ്റ ഭടന്മാരായാണ് കുത്തിയോട്ട ബാലന്മാരെ സങ്കല്പിക്കുന്നത്. ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് ഈറനോടെ ആറ്റുകാൽ ദേവിയെ വണങ്ങി പള്ളിപ്പലകയിൽ 7 വെള്ളി നാണയങ്ങൾ സമർപ്പിച്ച് ക്ഷേത്ര മേൽശാന്തിക്ക് ദക്ഷിണ നൽകിയാണ് വ്രതം ആരംഭിക്കുന്നത്. 9-ാം ദിവസം വൈകിട്ട് കിരീടവും ആടയാഭരണവും ധരിപ്പിച്ച് ദേവി സന്നിധിയിൽ ചൂരൽകുത്തും മണക്കാട് ശാസ്താ ക്ഷേത്രത്തിലേക്കുള്ള ദേവിയുടെ പുറത്തെഴുന്നള്ളത്തിനും അകമ്പടി സേവിക്കുന്നത് കുത്തിയോട്ട ബാലന്മാരാണ്.